ചെവിക്കരണം തീർത്തും നട്ടപ്പുറത്ത് കുടങ്കൈ കുത്തിയും കുന്നുകളെയും മട്ടിൽ ഇടിച്ചുകൂട്ടിയ വേദനയേക്കാൾ ചെയ്യാത്ത കുറ്റത്തിന് അനുഭവിച്ച നരകയാതനയ്ക്ക് പകരം ചോദിക്കാൻ ഇറങ്ങിയ ഒരു യൂത്ത് കോൺഗ്രസുകാരനും ജീവിതകാലത്ത് കള്ളുകൊടുക്കാത്തൊരുത്തനെ ഒരു മേൽശാന്തി അബ്കാരിയാക്കി ചുമത്തി ജീവിതം മുടിച്ചു കളയും എന്ന വിരട്ടിൽ വഴങ്ങാതെ വന്നപ്പോൾ വിലക്കെടുക്കാൻ എടുത്തുവെച്ച ലക്ഷങ്ങൾ കണ്ട് കണ്ണുമഞ്ഞളിക്കാത്ത വർഗീസേട്ടൻ എന്നൊരു യഥാർത്ഥ ഇരട്ടച്ചങ്കനും ഈ കേരളത്തിൽ തുറന്നുവിട്ടത് പോലീസ് അട്രോസിറ്റിയും ബ്രൂട്ടാലിറ്റിയുടെയും ചോര നാറുന്നൊരു അണക്കെട്ടാണ്. ഈ 5 ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന CCTV ദൃശ്യങ്ങൾ അധികാരമില്ലാത്തവനെ, കേൾപ്പോരും കേൾവിയുമില്ലാത്ത പാവങ്ങളെ, ഏഴകളെ പേപ്പട്ടി അടിച്ച് പുറംപൊളിക്കുന്ന ഗുണ്ടാവൽകൃത പോലീസിന്റെ നേർസാക്ഷ്യങ്ങൾ, ക്യാമറ പറയുന്ന ദൃക്സാക്ഷി മൊഴികളാണ്. ആയുഷ്കാലത്തേക്ക് മരിക്കും വരെ വേദനിക്കണമെന്ന സാഡിസ്റ്റിക് വൈകൃതങ്ങളുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത് ഇപ്പോഴാണെങ്കിൽ ഉന്നത മേലാളന്മാർ, ആഭ്യന്തര വകുപ്പ് സാറന്മാർ നേരത്തെ കണ്ടിട്ടും ആ നരാധമന്മാർ ഇപ്പോഴും സർവീസിലുണ്ടെങ്കിൽ അത് ആ മർദ്ദനത്തെക്കാൾ ഭയാനകമാണ്. പ്രബുദ്ധ കേരളം എന്ന ക്ലേശ ഉടായ്പിനി മിണ്ടിപ്പോവരുത്. അടിച്ചാൽ തിരിച്ചടി കിട്ടില്ലെന്ന ഉറപ്പിൽ, അധികാരത്തിന്റെ അഹങ്കാരത്തിൽ, കാക്കിദാഷ്ട്യത്തിൽ ചെവിക്കല്ല് തീർത്തടിക്കുന്ന മസിൽ ബലം കാട്ടിയ ഒരുത്തരോട് തൊപ്പി ഒരു വെച്ച് ഇറങ്ങിപ്പോടാ എന്ന് പറയുന്നതിന് പകരം ഉദ്യോഗകയറ്റമാണ്, VIP സ്റ്റേഷനിലേക്കാണ് അമ്പാരി വെച്ച് ആനയിച്ച SHO, മണ്ടയ്ക്ക് ഓങ്ങി അടിക്കുന്ന തെമ്മാടിപ്പണിക്കാണോ സാറേ നക്ഷത്രത്തിന് എണ്ണ കൂടുതലും പ്രമോഷനും? പുതിയ കാര്യമൊന്നുമല്ല. ഇപ്പോഴും എന്തിനെന്നറിയാത്ത യാത്രക്കിടയിൽ ബീക്കൺ വെച്ച വണ്ടിയിൽ നിറങ്ങിപ്പോയി സമരക്കാരുടെ നെടുകം തല അരച്ചു കയറിയ ദൃശ്യങ്ങൾ ഇപ്പോഴും മുഖ്യമന്ത്രി കണ്ടില്ലെന്ന വ്യാജം പറച്ചിലാണെങ്കിൽ, രക്ഷാദൗത്യം എന്ന കവചം തീർക്കലാണെങ്കിൽ, ഗുഡ് സർവീസ് എൻട്രി ആണെങ്കിൽ ആ ഗുണ്ടാപ്പണിക്കുള്ള പൊളിറ്റിക്കൽ പേട്രണേജ് ആണ്. ഞങ്ങൾ കോത്താളാമെന്ന് ചേർത്ത് പിടിക്കലാണ് ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ ആവർത്തനത്തിൽ. ഈ കാക്കയെ ജനം പുറത്തുവെങ്കിൽ പോലീസ് മേധാവിമാരല്ല, ആഭ്യന്തര വകുപ്പെ നിങ്ങളാണ്. മുഖ്യമന്ത്രി താങ്കളാണ് കാരണം. ആ CPM-കാരുടെ പോലും കൊലവള്ളിക്ക് പിടിക്കുന്ന RSS സ്വാധീനത്തിൽ പിഴച്ചുപോയ അച്ചടക്ക സേന അച്ചടക്കമില്ലാത്ത അരാജക സേനയാക്കി തുലയ്ക്കുന്ന കാര്യം അന്ന് കൂടെയുള്ളൊരു സാമാജികൻ പറഞ്ഞതാണ്. പേര് PV അൻവർ. ആ കള്ളക്കടത്തുകാരുടെ കൂട്ടുകാരനാക്കി, ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി അടിച്ചുകൊന്ന് പുറത്തേക്കിട്ടൊരു വാർത്താ സമ്മേളനം, തിരുത്തിന് തയ്യാറാവാത്തൊരു ആഭ്യന്തരമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടതാണ് കേരളം. ആ ക്രമസമാധാനം പാലിക്കേണ്ടവർ നിയമലംഘനം നടത്തിയും കള്ളക്കേസെടുത്തും മാനിപ്പുലേഷനും മര്യാദകേടുമാണെങ്കിൽ ഗതികെട്ട സാധാരണക്കാരൻ ഒരുമ്പെട്ടിറങ്ങിയാൽ, കാരണമറിയാതെ കിട്ടിയ മർദ്ദനം കാരണം പറഞ്ഞ് തിരിച്ചു കൊടുക്കാൻ ഇറങ്ങിയാൽ അനാർക്കിയാണ് നല്ലതിനല്ല. ഗൂണ്ടാക്കൂട്ടത്തിന്റെ ദേഹത്ത് മണ്ണ് പറ്റും. നിർത്തിക്കോ പോലീസെ. പാവങ്ങളുടെ നെഞ്ചത്തോട്ട് കയറ്റം. നിയമലംഘനമാണെങ്കിൽ ആ ലംഘനം ഏകപക്ഷീയമല്ല, നിങ്ങളുടെ മാത്രം കുത്തകയുമല്ല.